കഴിഞ്ഞ 30 വർഷം തണൽ ആഗ്രോ നഴ്സറി ഫാം. അപ്പോൾ ആ ഒരു നഴ്സറിയുടെ, അതായത് കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ, വിവിധ വീടുകൾ, വിവിധ ഓഫീസുകളിൽ തണലിൻ്റെ ചെടികളാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ തണലിൻ്റെ ഭാഗമാകാൻ ഈ കണ്ണൂർ മൗണ്ടനും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മാനേജറായ പ്രകാശ് ചേട്ടൻ നമ്മളോട് ചേരുന്നത്. പ്രകാശ് ചേട്ടാ, ഈ ഒരു തണൽ നഴ്സറിയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞല്ലോ 30 വർഷത്തോളമായി ഈ രംഗത്ത് ഇറങ്ങിയിട്ട്, അതിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഹോൾസെയിൽ രംഗത്ത് കൂടി വന്നിരിക്കുകയാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ആളുകൾക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും, ചെടികളും, അതുപോലെ വിദേശ നിർമ്മിതമായാലും ഇറക്കുമതി ചെയ്തിട്ടുള്ള ആൾക്കായാലും ചെടികളൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് എന്താണോ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് അത് ഞങ്ങളിവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ റെസ്പോൺസ് വളരെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളതാണ്. എല്ലാവർക്കും അവർ ആഗ്രഹിച്ച് വരുന്ന സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം. പിന്നെ എല്ലാ ഇതും പിന്നെ നല്ല കസ്റ്റമറാണ് നമുക്ക് ഉള്ളത്. അതുപോലെ ഈ ക്വാളിറ്റി, ചെടികളിലെ ക്വാളിറ്റികൾ എങ്ങനെയാണ്? നല്ല കസ്റ്റമർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. കാരണം ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ ഒരു പരിധി വരെ ഒരു 90% വളരെ സക്സസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആളുകൾ അത് വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഞങ്ങളോട് എപ്പോഴും പലപ്പോഴും പറയും ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ ചെടികൾ ഇതുപോലെ സക്സസ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷനുള്ള കാര്യമാണ്. ഒരു കച്ചവടത്തിൻ്റെ നമ്മൾ ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നത്, ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല കാര്യം. അതായത് 100 രൂപ തൊട്ടിട്ട് 3 ലക്ഷം രൂപയുടെ ചെടികൾ വരെ കാണാൻ. 100 അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഒരു മുളകിൻ്റെ തൈ 3 രൂപക്കാണ്. 3 രൂപക്ക് പിന്നെ ചെടികൾ മുതൽ ഒരു ഏകദേശം പറയുന്ന പോലെ 2 ലക്ഷം 3 ലക്ഷം വരെയുള്ള ചെടികൾ നമ്മളിവിടെ സംഭരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വരുന്ന ആളുകൾ ഏത് ലെവലിലുള്ള ആളുകളെ അവരെല്ലാം നമ്മൾ ഒരേപോലെയാണ്. ഇപ്പോൾ 3 രൂപയുടെ ചെടി വാങ്ങുന്ന ആൾക്കാർ 30 ലക്ഷത്തിൻ്റെ വാങ്ങുന്ന ആൾക്കാരെല്ലാം നമ്മൾ ഒരേപോലെ അവരെ പിന്നെ അവർ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മളെ പോളിസി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമറും നമ്മളെ അടുത്ത് എത്തിപ്പെടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള എല്ലാ ലെവലിലുള്ള ആളുകളും നമ്മുടെ അടുത്ത് വരികയും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പുതിയ ഓഫീസ്, ഇങ്ങനൊരു വിപുലീകരണം, അതുപോലെ തന്നെ ഈ ഹോൾസെയിൽ മാർക്കറ്റിംഗ്, അതൊക്കെ എങ്ങനെയാണ്? ഈ നമ്മൾ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. വെച്ചാൽ ഇതുവരെ നമ്മൾ വളരെ പരിമിതമായ സൗകര്യങ്ങൾ, കാരണം വെച്ചാൽ ഞങ്ങളിത് കുറച്ച് കാലമായിട്ടുള്ള ഇങ്ങനെ ഒരു ഹോൾസെയിൽ മേഖലത്തും അതുപോലെ തന്നെ പുറത്ത് വലിയ വലിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താൻ പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. ആളുകൾ വന്ന് അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ സംസാരിക്കാനും പിടിക്കാനൊക്കെയുള്ള സൗകര്യം വളരെ പരിമിതമായിരുന്നു ഇവിടെ. വളരെ ചെറിയൊരു പരിമിതമായിട്ടുള്ള സൗകര്യമായിരുന്നു ഇന്ന്. അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഇതുകൊണ്ട് നമുക്ക് ശരിയാവില്ല, ഇതിനെ കുറച്ച് ഡെവലപ്മെൻ്റ് ഉണ്ട്. നമ്മളെ ആ വളർച്ചക്കനുസരിച്ചുള്ള ബാക്കിയുള്ള പിന്നെ ഫെസിലിറ്റീസും കൂടി നമുക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് നമ്മൾ ഇത്തരം ഒരു ആശയത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ഇത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓഫീസ് ഇവിടെ. ഇന്ന് നമ്മുടെ നിയുക്ത MLA PK പ്രവീണാണ് ഇന്ന് നമ്മുടെ പുതിയ ഓഫീസും അതുപോലെ തന്നെ ഈ ഒരു നവീകരിച്ച ഈ നഴ്സറിയും ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ ഓണർ ശ്രീ ചന്ദ്രേട്ടൻ എന്നിട്ട് വളരെ പോപ്പുലറായിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അവരെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആശയത്തിൽ നിന്ന് വരുന്നതാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകനെ നമ്മൾ ആദരിക്കണം എന്നുള്ളത്. ആ ആദരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഒരു അവാർഡ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു പരിസ്ഥിതി പ്രവർത്തന വിനോദ് പയ്യട എന്ന് പറയുമ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടുന്ന് ആദരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തണൽ നഴ്സറിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന നമ്മുടെ മാനേജറായ പ്രകാശ് ചേട്ടനായിട്ട് ഒരുപാട് വർഷത്തെ പരിചയം എനിക്കുണ്ട്. അപ്പോൾ ഈ തണൽ നഴ്സറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 വർഷമായി ഞാൻ ഈ ഒരു തണൽ നഴ്സറിയിൽ നിന്ന് ചെടികൾ വാങ്ങുകയും അതുപോലെ തന്നെ മരങ്ങൾ വാങ്ങുകയും തൈകൾ വാങ്ങുകയും അത് അനുഭവിച്ചറിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടിയതിന് ശേഷമാണ് നമ്മളിതിന് തണലിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ, അതായത് കണ്ണൂർ ഏകദേശം പയ്യന്നൂരിൻ്റെ സൈഡ്, ഏകദേശം കോഴിക്കോടിൻ്റെ ഭാഗങ്ങൾ ഈ തണൽ നഴ്സറിയുടെ ചെടികളും അതുപോലെ തന്നെ ഇവരുടെ പ്രോജക്റ്റുകളും നടക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഈ തണൽ ആഗ്രോ ഫാം നഴ്സറി കോൺടാക്ട് ചെയ്യുക. ഈ കാണുന്നതാണ് തണലിൻ്റെ പുതിയ ഓഫീസാണ്. അതായത് പുതിയ ഓഫീസും അതുപോലെ തന്നെ ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തണൽ ആഗ്രോ ഫാം നഴ്സറി. അപ്പോൾ വരുന്ന കസ്റ്റമറിന് ഇതിനു മുമ്പായിട്ട്, കുറച്ച് നാൾ മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്കിവിടെ ചെടികളുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റും അതുപോലെ അതിൻ്റെ പോട്ട്സുകളും എല്ലാം തന്നെ ഈ ഒരു
ചെറിയൊരു ഓഫീസിൽ അല്ലെങ്കിൽ ഇപ്പം വിപുലീകരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ഓഫീസിൽ തണൽ ആഗ്രോ ഫാം നഴ്സറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വിവിധ വർണ്ണത്തിലുള്ള വിവിധ രൂപത്തിലുള്ള വിവിധ സൈസുകളിൽ, അതായത് പല രീതികളിലുള്ള ഇൻഡോർ പോട്ടുകളുടെ അതുപോലെ തന്നെ ഔട്ട്ഡോർ പോട്ടുകളുടെയൊക്കെ പോട്ട്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പല ബുദ്ധൻ്റെയും അതുപോലെ തന്നെ പല പ്രതിമകളും നമുക്കിവിടെ കാണാം. ഇതായത് ഗാർഡനിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു, അതായത് ഇതൊക്കെ അക്രിലിക് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കോട്ടിൽ ഉള്ള ഒരു പോട്ട്സുകളാണ്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉള്ള പോട്ട്സുകളാണ്. അപ്പോൾ നമുക്ക് ഇത് ഔട്ട്ഡോറിലും വെക്കാം, ഇൻഡോറിലും വെക്കാം, മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ പോട്ട്സുകളാണിത്.